കുടുംബശ്രീന്റെ ഗ്രൂപ്പിൽ വന്നാടാ. നാട്ടിലൊത്തം പാട്ടായല്ലേ? ഇന്നോക്ക് വയറ്റിലായില്ലേലും വയറായി. നാട്ടുകാർക്ക് മിസ്റ്റേക്കാടാ. അതിന് ഓള് ചൂടായിട്ട് ഒരു കാര്യമില്ലട്ടാ. അതിന് ചൂടാവല്ലോ, ചൂട് ചായ മുഖത്ത് വയ്ക്കലല്ലേ. അത് തന്നെ. എൻ്റെ ഒക്കെ 1-ാം മാസം വയറ്റിലായന നാട്ടുകാർ കളിയാക്കി. ഇവന്റെ പാവാത്തന്നെ കളിയാക്കുന്നു. ആരാന്റെ പരിമനെ വയറ് നോക്കി നടക്കുക നാറികൾ. നീ എന്തായാലും കുറച്ച് പേസ് സ്റ്റോക്ക് ചെയ്ത് വെച്ചോ. ഇതുകൊണ്ടൊന്നും നാട്ടുകാരും ഉണ്ടാണ്ട് നിനക്കൊന്നില്ലേ. വീട്ടിൽ പോകാനല്ലോ. ഇനി ഫോൺ എടുക്കടാ. അടുത്ത ചായ ആർക്ക് കിട്ടിയെന്നറിയാലോ. ഹലോ. ആ ശരിക്കും ഇത് നമുക്ക് പൊളിക്കണം. ആയോന്ന് വെച്ചാൽ എല്ലാ തണ്ണികളും വിളിച്ചറിയിക്കും. എനിക്കായ കാര്യം ഞാൻ പീരീഡ്സ് ആയ കാര്യം എല്ലാരും വിളിച്ചറിയിക്കാം. നിങ്ങൾ എനിക്ക് പാഡ് മേടിക്കണം. അത് ഞാൻ വൈകുന്നേരം വന്നിട്ട് നിന്നെ കൊണ്ടുപോവാം. വൈകുന്നേരം വന്നിട്ട് കൊണ്ടുപോകുന്ന അതൊരു നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ മാറ്റി വെക്കണം. പിന്നെ നിങ്ങൾ മേടിച്ചിട്ട് വന്നാ മതി. ഞാനാ നിങ്ങൾ മേടിച്ചാ കിട്ടൂലേ. ഹലോ മനോരേട്ടാ, ഇതാ ഞാൻ കൊടുക്കാം. മനോരേട്ടാ, ആ മനോരേട്ടാ, ആ ആ ആ ഇപ്പൊ വരാം. ശരി. എന്താടാ? ശാന്തമ്മായി പാർട്ടി ഓഫീസിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു. മനോരേട്ട ഇപ്പൊ വീട്ടിലേക്ക് വരാം. ഇത് പണിയാന്നല്ല. ഏതായാലും പോയി നോക്കാം. വാ ശുക്രേ, പോയിട്ട് വരുന്നു. ഓ എടാ പ്രമോദ, നിന്റെ അടുക്കുള്ള പൈസ ഇല്ല നമ്മുടെ സഹകരണ ബാങ്ക് കൊണ്ടിട്. ഞാനല്ലേ പ്രസിഡന്റ്. അതാകുമ്പോൾ സേഫ് ആയിരിക്കൂ. ഞാനത് നോക്കാം. ഞാനത് നിന്നെ പിന്നെ വിളിക്കാം. മനോരേട്ടാ. ആ ആ എന്തുണ്ടാകില്ല. മനോരേട്ടൻ നേരത്തെ എത്തിയാ? ആ കുറച്ചു നേരമായി. അമ്മ ചായ കൊടുത്താ? അയ്യോ വർത്തമാനത്തിനിടയ്ക്ക് അത് മറന്നു. ശാലിനി, അയ്യോ ചായ വേണ്ട, ഒരു ഗ്ലാസ് പച്ചവെള്ളം മതി. നകുല, സംഗതി വധശ്രമാന്നേ. വധശ്രമ? IPC 307. അല്ല മനോരേട്ടാ, അവർ കേസ് കൊടുത്താ? കേസൊന്നും കൊടുത്തിട്ടില്ല. തൽക്കാലം എൻ്റെ ഹോൾഡ് വെച്ച് ഞാനത് മാറ്റി വെച്ചിരിക്കുക. മനോഹര ഓളങ്ങനെ വേണമെന്ന് വെച്ചിട്ട് ചെയ്തൊന്നുമല്ല. ആ അതെനിക്കറിയില്ലേ രാജമ്മച്ചി. ചായ എടുത്ത് വരുമ്പോൾ അറിയാണ്ട് സ്റ്റെപ്പുമെന്ന് കാല് തെറ്റി വീണതായിരിക്കൂ. അല്ലേ അല്ലേ മോളെ? നകുല, നമുക്ക് കേസും കൊണ്ടാൻ വേണ്ടി ഒന്നും ഇല്ലാണ്ട് തീർക്കുന്നല്ലേ നല്ലേ? ഇപ്പൊ എന്ത് ചെയ്യാ? ഓർക്ക് ആസ്പത്രിയിൽ കുറച്ച് പൈസ ചിലവായിട്ടുണ്ട്. അത് എനിക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഇത് സോൾവ് ചെയ്യുന്ന കാര്യം ഞാനേറ്റ്. ഓരോട് അന്നേരം പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവാന്ന്. കേട്ടിട്ടില്ല. ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാ? പൈസ നമുക്ക് കൊടുക്കാം, അത് പ്രശ്നമില്ല. എത്ര വരാ? ഒരു 20,000 രൂപ കൊടുത്താൽ സംഭവം സോൾവാ. 20,000 രൂപ? CT സ്കാനും അൽക്കുലത്ത് പരിപാടിയിലായിട്ട് ഒരു 25,000 മേലെ പോയി എന്നാ പറഞ്ഞ്. ഞാനത് പറഞ്ഞ് 20,000 എത്തിച്ചിട്ടുണ്ട്. CT സ്കാനാ? ആ CT സ്കാൻ. മുഖം പിന്നെ തലേന്റെ ഭാഗല്ലേ. നീ എന്ത് വർത്താനം ഈ പറയുന്നത്? ആന്നാ കണ്ണിന് പറ്റിയേ? അത് വരുന്ന വഴിക്കൊരു പ്രാണി അടിച്ചതാ. നല്ല ചോപ്പുണ്ടല്ലോ. മനോട്ടാ, ആ എൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഇപ്പം എടുക്കാണ്ടാവില്ല. ഞാൻ എന്ത് ചെയ്യാ? അതിന് ഇപ്പം വേണം നിന്നോടാരാ പറഞ്ഞ്? ഈ വൈറ്റ് എത്തിച്ചാ മതി. വരുന്നേ എടാ മോനെ, മുലപ്പാല് കിട്ടെങ്കിലും ഇട്ടിച്ചോ. കണ്ണിന് ബെസ്റ്റാ. എൻ്റെ ഓള് പ്രസവിക്കുന്നതിന് നിങ്ങളല്ലേ മക്കാറാക്കല്? എടാ ഒരാവശ്യം വന്നപ്പോൾ എൻ്റെ ഓളെന്നെ വേണ്ടി വന്നില്ലേ? എനിക്ക് ഇന്നല്ല കിട്ടേണ്ടത് ആ ഓളെ. ആ സുമതല ഓക്ക് മിസ്റ്റേക്ക് കൂടുതലാ. മോൻ കണ്ണണിക്ക് ഉമ്മ ഉറ്റിച്ചേരാം. ഓക്ക് വിശേഷമായതുകൊണ്ട് കുഞ്ഞിനിപ്പം പാല് കൊടുക്കയില്ല. കൊടുക്കാഞ്ഞ പാല് പറ്റേണ്ടതാന്ന്. ഇതെന്നാന്നറിയില്ല. നിനക്ക് ഭാഗ്യമുണ്ട്, ഓക്ക് പാലും ഉണ്ട്. നകുല ശാന്തന്റെ മുറ്റത്ത് ചായ വെച്ചത് വലിയ പ്രശ്നമായല്ലേ? അതൊന്നും പറയണ്ട ഉമ്മ. ഇനി ഓളോട് ഇഷ്ടക്കേടൊന്നും കാണിക്കരുത്. വന്ന് കയറിയ പെണ്ണല്ലേ, ഓളോട് ഇനി നല്ലോണം നിൽക്കണം.
എല്ലാം സോൾവ് ആയിനി. ആളിവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. ദേ ഇതാണ് ആ വൈറൽ യുവതി. ഹായ്. ഷാലിനിക്കയുടെ കുറെ ഫാൻസ് ഉണ്ട് സംഭവം ചോറാക്കിനെ. ആ പെണ്ണൊക്കെ അങ്ങനെ തന്നെ വേണം. എന്നാ ശരി, നീ വെച്ചോ. ഓ ശരി, ഗുഡ് നൈറ്റ്. കഴിഞ്ഞ എന്ത്? എന്താ വൈറൽ യുവതിക്ക് ഒരു വിമ്മിഷ്ടം? എല്ലാരും എല്ലാം അറിഞ്ഞല്ലേ നകുലേട്ടാ? ഏയ്, ആടിയുടെ 2-3 കുടുംബശ്രീക്കാരും ചായക്കടയിലും പിന്നെ ഗൾഫിലെ കുറച്ച് ആൾക്കാരും, അത്രയല്ലേ ഉള്ളൂ. അമ്മയെ ഹേമേച്ചും വിളിച്ചിട്ടുണ്ടേനു. എന്നെ കുറെ ചീത്തയും പറഞ്ഞു. ആണാ? എല്ലാരും ഇപ്പൊ അങ്ങനെ പറയുന്നുണ്ടാവില്ലേ? അമ്മാര് സംഭവമല്ലേ ഞാൻ ചെയ്തു വെച്ചിനി. പിന്നെ ഈ ഒരു സംഭവം എല്ലാവരും അറിഞ്ഞില്ലേ? ചെറിയ കാര്യം എങ്ങനെ അത്? നകുലേട്ടാ, ഞാൻ വേണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ല. എനിക്കിത് കേട്ട് കേട്ട് മടുത്തിട്ട് എനിക്ക് എന്നെ പിടിച്ചിട്ടുണ്ടായിപ്പോയി. നിനക്ക് പിടിച്ചിട്ടുണ്ടാവുമ്പോ ഈ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ ഇങ്ങനെ കേട്ട് പിടിച്ചോ. എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കൽ ഇപ്പോഴേ കുട്ടികളാവാത്തേ നല്ലത്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് അത്രയല്ലേ ആയിട്ടില്ലോ. ഇതാവുന്നല്ല, ആയിക്കഴിഞ്ഞാലുള്ള ഓയിലിച്ചാണ് പാട്. എന്താ സൂറപ്പ അങ്ങനെ ഒരു വർത്താനോ? നല്ല ആളോടാ പറയുന്നു. മോനെ അങ്ങോട്ട് എടുത്തേ. മോനെ വയക്ക് കിടത്തല്ലേ? അതിൻ്റെ ആവശ്യമില്ല, ഓനവിടെ കിടന്നോട്ടെ. മക്കളെല്ലാം ഉറങ്ങിയാ? മാൻ്റെ അടുത്ത് ഉറങ്ങുന്നുണ്ട്. നാളെ ഞാൻ ഡോക്ടറെ കാണിക്കേണ്ട ദിവസം മറക്കണ്ട. 3 മാസമായാ? ഇനി ഒരു 6 മാസം കൂടി കഴിഞ്ഞാ വയറോയല്ലോ. എൻ്റെ വയറോഞ്ഞിട്ട് ഇങ്ങക്കെന്നാ വേണ്ട? എനക്കൊന്നും വേണ്ട, പക്ഷെ വയറുണ്ടാവും എന്നെ കാണാൻ ഭയങ്കര മൊഞ്ച. ഓ ഏറ്റില്ല. പിന്നെ സൂറ, ഈ സമയത്ത് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ പറഞ്ഞാട്ടാ? നിക്കാഹിന് മുന്നേ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, അത് പറയട്ടെ. നീ പറ. എന്നെ ഒന്ന് തലശ്ശേരി കടപ്പുറം കാണിച്ചെടുക്ക. നീ ഇത്രയും വെയിറ്റ് ചെയ്തില്ലേ? ഇനി തൂടി പുറത്ത് വന്നിട്ട് മക്കളെല്ലാം ആയിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. എന്താ സോറിയൊന്നും ഉണ്ടാത്ത? ഒന്നുമില്ല, നിങ്ങൾ എൻ്റെ വയറൊഴിയെ നോക്കിയിരുന്നു.